ഞാൻ കുറച്ച് ദിവസമായിട്ട് ഒരു നല്ല മലയാളം സിനിമ കാണണമെന്ന് പറഞ്ഞ് നടക്കായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ഫ്രണ്ട് ഈ അടുത്തിറങ്ങിയ സർക്കീറ്റ് എന്ന് പറയുന്ന സിനിമ 26th OTT റിലീസ് ആവുന്നുണ്ട് എന്നെൻ്റെ അടുത്ത് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്യുന്നത്. എനിക്കറിയാം അവൻ വീട്ടിൽ ഒരുപാട് വാശി കാണിക്കുന്നുണ്ടെന്നുള്ളത്. നിങ്ങളൊന്ന് വിട്ടുകൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന് വെച്ചിട്ട് എനിക്ക് മനസ്സിലായത് ആ സിനിമ ബേസിക്കലി ADHD ഉള്ളൊരു കുട്ടിയുടെയും ആ കുട്ടിയുടെ പേരൻസിൻ്റെയും സ്ട്രഗിൾസൊക്കെ ബ്യൂട്ടിഫുള്ളി ഡിപ്പിക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. ADHD എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നൊരു ഇമേജ് ഭയങ്കര പിരിപിരിപ്പുള്ള ഒരു കുട്ടിയുടെ ഇമേജാണ് അല്ലേ. പക്ഷേ അതിപ്പോൾ അങ്ങനെ ആകണം എന്നില്ല. പേരിൽ തന്നെ ഉള്ളതുപോലെ അതിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് അറ്റൻഷൻ ഡെഫിസിറ്റ് അല്ലെങ്കിൽ ശ്രദ്ധയുടെ പോരായ്മ. പിന്നെ 2 ഹൈപ്പർ ആക്ടിവിറ്റി അഥവാ പിരിവിരിപ്പ് കൂടുതൽ, അക്ഷമ. ഇപ്പോൾ ADHD ഉള്ള കുട്ടികൾക്ക് അറ്റൻഷൻ ഡെഫിസിറ്റിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും ഒരു കാര്യം പൂർത്തീകരിക്കാൻ അത് അർഹിക്കുന്ന ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ടാറുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായി തന്നെ അവർ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആകാം. അതുപോലെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് മറവി സംഭവിക്കാം. പക്ഷേ ഈ കുട്ടികൾക്ക് കൗതുകം ജനിപ്പിക്കുന്ന അല്ലെങ്കിൽ താല്പര്യം തോന്നുന്ന കാര്യങ്ങളിൽ അവർക്ക് മറ്റുള്ളവരെക്കാളും ശ്രദ്ധയോടെ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ പലപ്പോഴും പേരൻസ് ഒക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്, അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല ശ്രദ്ധയുടെ കുറവൊന്നുമല്ല. ഇത് ആക്ച്വലി ADHDയുടെ ഒരു സിംറ്റമാണ്. നിങ്ങളുടെ കുട്ടികളും ഇതുപോലത്തെ സ്ട്രഗിൾസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാൻ മടിക്കരുത്. കാരണം കുട്ടികളെ പോലെ തന്നെ മാതാപിതാക്കളും പല സ്ട്രഗിൾസും ഫേസ് ചെയ്യുന്നൊരു ജേണിയാണിത്. അത് ഒറ്റയ്ക്ക് ഫേസ് ചെയ്യണ്ട, നമുക്ക് ഒരുമിച്ച് ഫേസ് ചെയ്യാം.